പിന്നെ കുറെ നാളായിട്ട് ഞാൻ നോക്കി വെച്ചിരുന്നതാണ്. കൊല്ലാനല്ലേ? ഇപ്പൊ അന്നാണ് ഒരു അവസരം കിട്ടിയത്. പ്രണയം ഒന്നും വരാത്ത ഒരാളാ ഞാൻ. ശരിക്കും വീട്ടിലൊന്ന് വിളിച്ചു ചോദിക്കണം, അങ്ങനെ തന്നെയാണോ? വീട്ടിലൊന്നും വിളിച്ച് ചോദിക്കണ്ട. PTA മീറ്റിംഗിൽ ഇരിക്കണ പോലെ ഉണ്ട്. ബായു ചേട്ടന്റെ ഭാര്യവിന് എന്ത് വേണം? ചെറിയ പുള്ളിയുടെ ഭാര്യയല്ലല്ലോ. സിനിമയിൽ അതാണ്. പക്ഷെ ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് അവര് തഗ്ഗ് എക്സ്പെക്ട് ചെയ്താ വന്നത്. അല്ല, ആവശ്യത്തിന് കിട്ടി. വെൽക്കം ടു ടോക്ക് ടൈം. താങ്ക് യു. താങ്ക് യു. അപ്പോൾ ഈ പടം കണ്ടു കഴിയുമ്പോൾ ഓഡിയൻസ് എന്തായിരിക്കും, അവർ ഞെട്ടുവോ അതോ എന്തായിരിക്കും അവരുടെ ഒരു ചെയ്തോ വികാരം, എന്താ തോന്നുന്നത് ഇപ്പോ? അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലര് ഞെട്ടും, ചിലര് ഞെട്ടില്ല. ചിലര് കണ്ട് ഞെട്ടി അങ്ങനെ കുറച്ചു പേര് അങ്ങനെ ഇരിക്കും. ഞെട്ടിത്തരിച്ച് തരിക്കുന്നവരും ഉണ്ട്, തരിക്കാത്തവരുണ്ട്. എന്തായാലും നമ്മുടെ സിനിമ മോശമില്ല. ഇതിന്റെ പോസ്റ്റർ കാണുമ്പോൾ വിചാരിക്കും ഇതൊരു പോലീസ് സ്റ്റോറിയാണെന്ന് വിചാരിക്കും. അതെ, ഇത് പോലീസിന്റെ കഥ പറയുന്ന സിനിമ അല്ല. പോലീസുകാരുണ്ട്, പോലീസുകാർ കേസ് അന്വേഷിക്കുന്നു എന്നുള്ളത്. ഇതിന്റെ ഇൻസിഡന്റ് വേറെയാണ്, പിന്നെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ വേറെയാണ്. അതിന്റെ അന്വേഷണമാണ് നടക്കുന്നത്. അപ്പൊ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാമോ, നിങ്ങളുടെ രണ്ടുപേരുടെയും? ചേട്ടന്റെ ക്യാരക്ടറിന്റെ പേര്? ഞാൻ എന്ന് പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ സബ് ഇൻസ്പെക്ടറാണ്. ജോയ് എന്നാണ് പേര്. ഞാൻ ജീവിതത്തിൽ എന്താണോ അതുപോലത്തെ ഒരു മനുഷ്യനാണ് അതിനകത്ത്. കുടുംബസ്ഥനായിട്ടുള്ള സ്നേഹസമ്പന്നൻ. ശരിക്കും വീട്ടിലൊന്ന് വിളിച്ചു ചോദിക്കണം, അങ്ങനെ തന്നെയാണോ? വീട്ടിലൊന്നും വിളിച്ച് ചോദിക്കണ്ട. PTA മീറ്റിംഗിൽ ഇരിക്കണ പോലെ ഉണ്ട്. ജോയുടെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നതാണ് ദിവ്യ. നിങ്ങൾ കണക്റ്റഡ് ആണ്? ഞങ്ങള് ഭാര്യയും ടീസറിലില്ല, പക്ഷെ ട്രെയിലറിലുണ്ട്. പിന്നെ വേറെ കാര്യം, ഞങ്ങള് ഒരുപാട് കല്യാണം കഴിച്ചിട്ട് എത്ര ആളാണ് നമ്മൾ സിനിമയില്? കുറെ കാലമായി. ഞങ്ങൾക്ക് പിള്ളേരില്ല. ഞങ്ങൾ കുറെ ശ്രമിച്ചിട്ടും പിള്ളേരില്ല. അങ്ങനെ വഴിപാടൊക്കെ നടത്താൻ പോയില്ലേ? അപ്പൊ ഞാൻ അന്നേ പറയും, വഴിപാട് നടത്തിയാലും പിള്ളേർ എവിടെ പോയിട്ടാ വഴിപാട് നടത്തണേ? അല്ല, കഥാപാത്രത്തിന്റെ കാര്യമാണ്. സിനിമയിലങ്ങനെയാ അല്ലേ? അതെ അതെ അതെ. ഞങ്ങള് അവസാനം കാണാത്ത ഡോക്ടേഴ്സ് ഇല്ല, ചെയ്യാത്ത വഴിപാട്. ശരിക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? സിനിമയിൽ അതാണ്. പക്ഷെ ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അവിടെ ഒരു സസ്പെൻസ് ഇട്ടു. പിന്നെ ഞങ്ങൾക്ക് പിള്ളേരെ ഉണ്ടാവുന്നതല്ല കേട്ടോ സിനിമയുടെ കഥ. സിനിമയിൽ അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ട്. അതായത് ബൈചേട്ടന്റെ ഫാമിലി ഇങ്ങനൊരു ഇമോഷണൽ പരിപാടികളുണ്ട് സിനിമയിൽ, ഞങ്ങളുടെ അല്ലാതെ തന്നെ. അതുമായി കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിപാടി. അപ്പൊ ഇതില് ഒരു റിയൽ പോലീസ് ഓഫീസർ ഇതിന്റെ കഥ എഴുത്തിൽ വരുന്നുണ്ട്. അപ്പൊ അതല്ലാതെ നടന്ന സംഭവല്ലേ? അതെ അതെ, ബേസ്ഡ് ഓൺ ട്രൂ ഇൻസിഡൻസ് എന്ന് പറയാലോ. ഈ സ്ക്രിപ്റ്റ് ശരിക്കും ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഞാനല്ല ചൂസ് ചെയ്തത്. അവർ ചേട്ടനെ തിരഞ്ഞെടുക്കുക? എന്നെ അവർ തിരഞ്ഞെടുക്കുന്നതല്ലേ, ഞാൻ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്തതല്ല. അവർക്ക് ഇങ്ങനെ ഒരു കഥ കിട്ടിയപ്പോൾ അതിനകത്ത് ഇന്ന ജോയിയുടെ കഥാപാത്രം ഞാൻ അഭിനയിച്ചാൽ കറക്റ്റ് ആവുമെന്ന് തോന്നിയതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ചേട്ടനപ്പം എന്താ യെസ് പറയാൻ കാരണം? പത്മകുമാറിന്റെ സിനിമയല്ലേ, അതിനകത്ത് പിന്നെ എന്ത് യെസ് അല്ല, പിന്നെ വേറെ എന്ത് പറയാനിരിക്കുന്നു? ഒന്നും നോക്കാനില്ല. ചേച്ചിക്ക് സെയിം റീസൺ ആണോ? അതെ അതെ. എന്നെ പ്രവീൺ കൺട്രോളർ വിളിക്കുന്നു, M പത്മകുമാറിന്റെ പടാന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ നമ്മളൊരു ആർട്ടിസ്റ്റ് ആയിരിക്കുമ്പം, ഇപ്പം ബൈചേട്ടനൊക്കെ ഇത്ര വർഷമായിട്ടുള്ള സീനിയർ ആർട്ടിസ്റ്റ്, അവർക്ക് അറിയാൻ പറ്റും നമ്മളെ പോലുള്ള ആർട്ടിസ്റ്റുകൾ ഇന്ന ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്താൽ കൊള്ളാം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ നമുക്ക്. അങ്ങനെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരാളായിരുന്നു M പത്മകുമാർ. പപ്പയുടെ പടം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല. പിന്നെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ ഒരുപാടൊന്നും എനിക്ക് ചെയ്യാനില്ല സിനിമയിൽ. ത്രൂ ഔട്ട് ക്യാരക്ടർ അല്ല. ഇപ്പം മോഹിനിയാട്ടം സൂപ്പർ ഹിറ്റ് ആയിട്ടിരിക്കുകയാണ്, ത്രൂ ഔട്ട് വേഷം. അപ്പം എല്ലാവരും ചോദിക്കും ഇതിലും ത്രൂ ഔട്ട് വേഷമാണ്. അല്ല, ഒരിക്കലും അല്ല. നമ്മൾ ഒരു സിനിമ ത്രൂ ഔട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെ തന്നെ ചെയ്തോളണം എന്നോ അങ്ങനെ കിട്ടിക്കോളണം എന്നൊന്നുമില്ല. നമുക്ക് വരുന്നത് നല്ലതാണെങ്കിൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇനി ഇത് മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നാൽ വീട്ടിലിരിക്കാം, മനസ്സിലായില്ലേ? അപ്പം അത് മാത്രമല്ല, ഇതിൽ ക്യാരക്ടറിന് എന്തോ ഒരു ലൈഫുണ്ട്, ഇച്ചിരി ഉള്ളെങ്കിലും ആ ക്യാരക്ടർ ലൈഫുള്ള ക്യാരക്ടറാണ്. പിന്നെ ഡെഫിനറ്റ്ലി ടീം മെമ്പർ, പിന്നെ ബൈചേട്ടന്റെ ഭാര്യവിന് എന്ത് വേണം? അത് ജോയുടെ ആണ് പോരാത്തന്നെ. അതെ. അപ്പൊ അതൊക്കെ കൊണ്ട് സ്നേഹസമ്പന്നനായ ഭർത്താവാണ്. ആശുപത്രിയിലൊക്കെ ഇടയ്ക്കിടെ കൊണ്ടുപോകും. ഭയങ്കര സ്നേഹമാണ് ഞങ്ങളുടെ ഇടയിൽ. ആ ഒരു ഭയങ്കര കെമിസ്ട്രി ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പിച്ചുന്നുണ്ട് ഭർത്താവിനെ, ഇന്ന് ലേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് പിച്ചുന്നുണ്ട്. അങ്ങനെ ഒരു പ്രണയം ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ശരിക്കും സെറ്റിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ? എന്താ കുഴപ്പം? അതെ, പ്രണയം ഒന്നും വരാത്ത ഒരാളാ ഞാൻ. എന്നിട്ട് ഞാൻ സിനിമയിൽ നന്നായിട്ട് പ്രണയിച്ചു. ഓക്കെ, അത് സ്കില്ലാട്ടോ, അത് സ്കില്ല. പക്ഷെ എന്നാലും ഇപ്പൊ ഈ ഉയർലുള്ള ഒരു പോലീസ് ക്യാരക്ടർ, അതേപോലെ നമ്മുടെ മിന്നൽ മുരളിയിലെ പോലീസ് ക്യാരക്ടറും രണ്ടല്ലേ അത്? അതിൽ കുറച്ച് ഹ്യൂമർ ഫാക്ട് ആയിട്ടുള്ള SI അല്ലേ?
ഇതിനകത്ത് ഹ്യൂമറൊന്നുമില്ല, ഇതിനകത്ത് അങ്ങനെയുള്ളൊരു സ്പേസേ ഇല്ല. ഇതിനകത്ത് ഇതിൻ്റെ അന്വേഷണം, ഇതിൻ്റെ ഒരു ത്രില്ലുണ്ടല്ലോ, ഇത് കണ്ടുപിടിക്കുകയോ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ത്രില്ല് പ്രേക്ഷകന് ഇങ്ങനെ ഉണ്ടാവും പടം തീരുന്നവരെ. നോക്കാം, നമ്മൾ ബോംബെയിലൊക്കെ പോയി ഷൂട്ട് ചെയ്തോട്ടെ, ധാരാവിയിലൊക്കെ. ഈ മറ്റേ കണ്ണൂർ സ്ക്വാഡിലെ പോലെ ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയി 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 പിന്നെ ഇവിടെ പോയി കൂർക്കിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട് 15 ദിവസം. ബോംബെയിൽ പോയി ധാരാവി, ഞാൻ ആദ്യമായിട്ടാണ് ധാരാവി കാണാൻ കേട്ടിട്ടുള്ളൂ. ധാരാവി അതൊന്ന് കാണേണ്ടതായിരുന്നു കേട്ടോ. ഇവര് ബോംബെ പോയതൊക്കെ എന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട്, ഇവർ ലാസ്റ്റ് സിനിമ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേട്ടാണ് ബോംബെയിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പോയി. അതിന് മുന്നേ ഇപ്പം നമ്മൾ സെറ്റിലിരിക്കുമ്പം അതാണ് ഈ നമ്മളെ പോലുള്ള ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇതുപോലെ സീനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള അവരോട് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ കുറെ എക്സ്പീരിയൻസസ് കേൾക്കാൻ പറ്റും. ഇപ്പൊ ബൈചേട്ടൻ്റെ കൂടെ നിന്ന് കലാരഞ്ജിനി ചേച്ചി, അങ്ങനെ നമ്മള് സായികുമാർ ഏട്ടൻ, ഇപ്പൊ ഇങ്ങനെയുള്ളവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇവര് അനുഭവിച്ചത്, ഇവര് ചെയ്തു വെച്ചത്, അന്നത്തെ കുറെ ആർട്ടിസ്റ്റുകളുടെ കഥകള്, അതൊക്കെ ഭയങ്കര ഒരു സുഖമുള്ള കാര്യം, കേൾക്കുക അറിയാന്നുള്ളത്. ലൂസിഫറിനകത്തൊക്കെ വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, അതിൽ മറ്റേ ഷാജോൻ ചേട്ടനെ കൊല്ലുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. പിന്നെ കുറെ നാളായിട്ട് ഞാൻ നോക്കി വെച്ചിരുന്നതാണ് കൊല്ലാനല്ലേ. ഇപ്പൊ അന്നാണ് ഒരു അവസരം കിട്ടിയത്. അങ്ങനെ തീർന്നിട്ടില്ലെന്നാ കേട്ടോ, ഇപ്പോഴും ഉണ്ട്. ഒരു ഓറ ഉണ്ട് എന്നൊക്കെ. അപ്പൊ ആ ഒരു സീൻ ഉണ്ടല്ലോ, ഒരു മര്യാദ ഒക്കെ വേണ്ടെന്ന് പറയണ ആ ഒരു, അതൊന്നുകൂടെ പറയാം അതുപോലെ വെറുതെ കേൾക്കാൻ. എപ്പോഴും ഓരോരുത്തരും പറയുമ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ പറ്റുമോ അല്ലേ? ആക്ച്വലി ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു എക്സ്പീരിയൻസ്? ഒരു ഓർമ്മയൊക്കെ ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആ സിനിമ കണ്ടുവരുമ്പോഴാണ് അത് മനസ്സിലായത് എന്താണെന്ന്. നമ്മളിപ്പോ ഓർഡറിലൊന്നും അല്ലല്ലോ ഷൂട്ട് ചെയ്യണത്. സിനിമ അവിടുന്ന് ചിലപ്പോൾ അവസാനത്തെ ഭാഗം ആദ്യം എടുക്കും, അങ്ങനെയല്ലേ എടുക്കുന്നത്. അത് പൃഥ്വിരാജ് പറഞ്ഞതുപോലെയാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. ആ തോക്കെടുക്കുന്ന രീതി, അത് ഇങ്ങനെ തിരിക്കുന്നത്, ഇതെല്ലാം രാജു പറഞ്ഞ പോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ കണ്ടപ്പോ എന്തായിരുന്നു ഒരു ഫീലിംഗ്? ചെറിയ ഗൂസ് ബമ്പൊക്കെ അടിച്ചാണ്. ചെറിയൊരു ഗൂസ് ബമ്പൊക്കെ. ഒരു തഗ് ആളാണ് എന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറെ പേര് പറയാറുണ്ട്. അങ്ങനെ ഇല്ല, അത് നിർത്തി വെച്ചിരിക്കുകയാണ്. ആ മോഡ് ഓഫ് ചെയ്തു, ആ മോഡ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, അവര് തഗ് എക്സ്പെക്ട് ചെയ്താ വന്നത്, അല്ല ആവശ്യത്തിന് കിട്ടി. ഒന്നും കൊടുത്തിട്ടില്ല. അല്ല, ഈ തഗ് കാരണോടെ എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? എനിക്കാ ശത്രുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വേറെ തഗ് രണ്ട് രീതിയിലടിക്കും. തമാശക്ക് പറഞ്ഞ തഗ്ഗുണ്ട്, സീരിയസ് ആയിട്ട് പറയുന്നതുണ്ട്. സീരിയസ് ആയിട്ട് പറയുന്ന തഗ് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ ചിലപ്പോൾ തമാശക്കായിരിക്കും പറയുന്നത്, കാര്യമായിട്ട് എടുക്കും. എന്ന് വെച്ചാൽ നമ്മൾ നിർത്താനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ തുടരും. തുടരും. അപ്പൊ എന്തായാലും ഈ പടം ഉയർ ഇപ്പൊ സക്സസ്ഫുൾ ആയി മാറട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.